ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജിതിൻ രാജ്. നിങ്ങൾക്ക് ഈ ഓട്ടവും ചാട്ടവും ഒക്കെ പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടിന് നിഷാദ് ഉണ്ട്. എൻ്റെ കൂടെ എപ്പോഴും ഡാൻസ് കളിക്കുന്ന ഒരു പുള്ളിയാണ്. ചില നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരും. പക്ഷെ അങ്ങനെയുള്ളൊരു അൺഎക്സ്പെക്റ്റഡ് മൂമെൻ്റ് ആയിരുന്നു ഇന്ന്. എനിക്കൊരുപാട് സന്തോഷമായൊരു ദിവസം. എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നിരുന്നു. ജിതിനെ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. എൻ്റെ പേര് ബിന്ദു. ഞങ്ങളുടെ നാട്ടിൽ കൊച്ചു മക്കളുണ്ട്. അവർക്കൊക്കെ നിങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞിരുന്നു. നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ സാരിയൊക്കെ കെട്ടി ഓടി ചാടി കളിക്കുന്ന ഡാൻസൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അവർക്ക് നേരിൽ കാണണം, ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു. ബിന്ദു ചേച്ചി വനിതാ മാസ്റ്റേഴ്സ് സ്പോർട്സ് ക്ലബിൻ്റെ വലിയൊരു തലവിയാണ് കേട്ടോ. ഇവർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും, സ്പോർട്സിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവായിരുന്നു. ഈ കൊച്ചു പിള്ളേർക്ക് ഒരു ക്ലബ്ബുണ്ട് കേട്ടോ, മഞ്ചാടി ബാലസഭ. ഈ കൊച്ചു പിള്ളേർ എനിക്കൊരു സ്വീകരണം തന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ വെച്ച് തകർത്ത് അടിച്ച് പൊളിച്ചു. പിന്നെ മഞ്ചാടി ബാലസഭയത്തെ കുറച്ച് അംഗങ്ങളുമായിട്ടാണ് പിന്നെ ഇവിടെ മാസ്റ്റേഴ്സ് വനിതേൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ട്. കുറച്ച് പേര് ടൂർ പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരുടെ കാര്യം ഏവർക്കും സ്വാഗതം. യൂട്യൂബിലെ സിനിമാവനും ബാലസഭയിലെ കുറച്ച് അംഗങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ശരി, അപ്പം ആദ്യം തന്നെ ജിതിൻ മാമന് കൊടുക്കാനുള്ള സമ്മാനം അല്ലേ, അങ്ങനെയാണോ? ആദ്യം ജിതിൻ മാമന് മെഡലിടുന്നതിന് വേണ്ടി ഈ ബാൻ ബേസിലിനെ ക്ഷണിക്കുന്നു. മെഡലേക്ക് തരുന്നതിന് വേണ്ടി ജിതിൻ മാമന് ചെറിയ സമ്മാനല്ലേ. പിന്നെ അവർ തന്ന ഈ ഒരു സമ്മാനം ഉണ്ടല്ലോ, അത് ചെറുതാണെങ്കിലും അത് എനിക്കൊരു വലിയൊരു അംഗീകാരമാണ്. ബിന്ദു ചേച്ചി പറഞ്ഞത് അത് ഞങ്ങളായിട്ട് മേടിപ്പിച്ചതല്ല, അത് അവർക്ക് ഇഷ്ടം തോന്നിയിട്ട് അത് അവരെ കയ്യിലുള്ള പൈസേനെ കൊണ്ട് തന്നെ അവർ മേടിച്ചതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ജിതിൻ രാജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ ഡേറ്റ് പറയാൻ വേണ്ടി ആക്കി കൊടുക്കുന്നു. ഡയറി വാങ്ങുന്നതിനും കൊടുക്കുന്നതിന് വേണ്ടിയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ ബേബി മോളെ ക്ഷണിക്കുന്നു. ബുക്ക് കൊടുക്കുന്നതിന് വേണ്ടി അപ്പം ഞങ്ങളിത് കഴിഞ്ഞ് നേരെ പോയത് മീനങ്ങാടി ബസ് സ്റ്റാൻഡിലാണ്. പിള്ളേർക്കൊരാഗ്രഹം, മാമൻ എങ്ങനെയാണ് ഈ ഓടുന്നതും ചാടുന്നതും ഈ സാരി കെട്ടിയിട്ടുള്ള ഡാൻസൊക്കെ കാണണം എന്നവരാഗ്രഹം പറഞ്ഞു. അപ്പം ഞങ്ങൾ കളിച്ച ഡാൻസിലും പിള്ളേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരൊരുപാട് സപ്പോർട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അവിടെയുള്ള നാട്ടുകാരുണ്ടല്ലോ, അടിപൊളി കട്ട സപ്പോർട്ടായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം.